വടക്കൻ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 470 പഞ്ചായത്തുകൾ ഇന്ന് ജനവിധി എഴുതും. 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 47 മുനിസിപ്പാലിറ്റികൾ, 3 കോർപ്പറേഷനുകൾ. ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇന്ന് ജനവിധി എഴുതാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ മോക്ക് പോളിംഗ് നടക്കും. മറ്റ് പരിശോധനകളൊക്കെ നടക്കും. നോക്കാം സമഗ്രമായ വിവരങ്ങൾ. പി വി കുട്ടൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ആദ്യം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 470 പഞ്ചായത്തുകൾ ജനവിധി എഴുതുന്നു. ഒപ്പം തന്നെ 7 ജില്ലാ പഞ്ചായത്തുകൾ, 47 മുനിസിപ്പാലിറ്റികൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആവേശകരമായ വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ഒരു മാസം നീണ്ട ആവേശകരമായ പ്രചാരണ പ്രവർത്തനത്തിനൊടുവിൽ വടക്കൻ കേരളം ഇന്ന് വിധിയെഴുതുകയാണ്. വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഒരു കാലമായിരുന്നു കഴിഞ്ഞു പോയത്. പല വിധത്തിലുള്ള വിഷയങ്ങൾ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ആകെ 1,53,37,176 വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. അത് 1.5 കോടിയിലധികം വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. ഇതിന് പുറമെ 3,293 പ്രവാസി വോട്ടർമാരുണ്ട്. 18,274 പോളിംഗ് ബൂത്തുകളാണ്. ഇതിനകത്ത് 2,055 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സജീവമായ ഒരു പ്രചാരണ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. പഞ്ചായത്തുകൾ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ 470 പഞ്ചായത്തുകളാണ്. ഇതിനകത്ത് 915 വാർഡുകളുണ്ട്. 28,274 സ്ഥാനാർത്ഥികളാണ് പഞ്ചായത്തുകളിലേക്ക് ജനവിധി തേടുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 77 അതിനകത്ത് 1,177 വാർഡുകളുണ്ട്. 3,742 ആണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ എണ്ണം. ജില്ലാ പഞ്ചായത്ത് 7 തൃശ്ശൂർ, ഈ ഇലക്ഷൻ നടക്കുന്ന 7 ജില്ലകളുടെ ജില്ലാ പഞ്ചായത്തുകൾ. അവിടെ 182 സ്ഥാനാർത്ഥികൾ, 182 വാർഡുകൾ, 681 സ്ഥാനാർത്ഥികൾ. മുനിസിപ്പാലിറ്റി 47 അതിൽ 1,829 വാർഡുകളുണ്ട്. 5,546 സ്ഥാനാർത്ഥികളുണ്ട്. കോർപ്പറേഷൻ 3 തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും. അതിൽ 188 വാർഡുകൾ, സ്ഥാനാർത്ഥികൾ 751. വടക്കൻ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മിക്ക ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ LDFന് വലിയ മേൽക്കൈയുള്ള മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ മേൽക്കൈയുള്ള ഇടങ്ങളാണ്. അതൊക്കെ അതുപോലെ നിലനിർത്തുകയും നഷ്ടമായ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞവിടെ നഷ്ടമായ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുന്നതിനുള്ള വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളും വളരെ ശക്തമായ ഇടപെടലുകളുമാണ് LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. UDF അതുപോലെ തന്നെ മണ്ഡലങ്ങൾ നിലനിർത്താനുള്ള, തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി BJP ഉണ്ട്. നമുക്കറിയാം BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിലല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനകത്ത് മലപ്പുറം ജില്ലയിലൊരു സ്ഥാനാർത്ഥി പ്രചാരണത്തിനിടെ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കുന്നത് മാറ്റിവെച്ചിട്ടാണുള്ളത്. അങ്ങനെ ഈ വടക്കൻ കേരളം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി തന്നെയാണ് LDFൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നത്. ഏതായാലും മോക്ക് പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലക്കകത്ത് നമുക്കറിയാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രമുഖർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി രാവിലെ 8 മണിയോടുകൂടി തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുക. പിണറായിലെ അദ്ദേഹത്തിൻ്റെ വാർഡ് ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂൾ, അവിടെ കാട്ടിലെ പീടിക, ഇവിടെ എടക്കടവ് എന്ന വാർഡിലാണ്, അവിടുത്തെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. ഏതായാലും വളരെ ആവേശകരമായ കാഴ്ച. നമുക്കറിയാം ഈ ഒരു മാസക്കാലം നീണ്ട പ്രചാരണത്തിൽ നിരവധി വിഷയങ്ങൾ തെക്കൻ കേരളത്തിലും നിരവധി വിഷയങ്ങൾ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു. പ്രധാനമായും LDF സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒന്ന് LDF മുന്നോട്ട് വച്ചത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാർ ചെയ്ത വികസന നേട്ടങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നല്ലോ. മറുഭാഗത്ത് വിവാദങ്ങളിൽ പിടിച്ചായിരുന്നല്ലോ UDF അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോയത്. ഈ ഒരു മാസം സജീവ ചർച്ചയായി പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ എങ്ങനെയായിരുന്നു? മുന്നണികൾ അതിനെ കൈകാര്യം ചെയ്ത വിധം എങ്ങനെയായിരുന്നു കുട്ടൻ ഈ പ്രചരണ കാലയളവിൽ? മനു, നമ്മളൊക്കെ കണ്ടതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്നുള്ളത് പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ. അതൊരു നഗര കേന്ദ്രീകൃതം അല്ലാതെ തന്നെ ഏറ്റവും ഗ്രാമങ്ങളിലും
സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ അത് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പല വിധത്തിലുള്ള വികസനങ്ങൾ രാജ്യമാകെ ശ്രദ്ധിച്ച, രാജ്യത്തിനാകെ മാതൃകയായ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ പിണറായി സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതുതന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതലായി അത്തരം കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി LDF പ്രവർത്തകരും നേതാക്കളും തയ്യാറായിരുന്നത്. മലബാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തി. മാധ്യമ പ്രവർത്തകരുമായുള്ള സംവാദം, അതിനുശേഷം വലിയ ബഹുജന റാലികളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേർന്നു. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ, ഘടകകക്ഷി പാർട്ടികളുടെ നേതാക്കൾ, മന്ത്രിമാരൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായ മറ്റൊരു കാര്യം UDFൻ്റെ വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടാണ്. അത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ജമാഅത്തെ ഇസ്ലാമിയായുള്ള സഖ്യം വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനകത്തും വളരെ വിപുലമായ ഒരു ചർച്ചകൾക്കാണ് അത് വഴിവെച്ചത്. സാധാരണയായി രാഷ്ട്രീയ പ്രവർത്തകരാണ് അത്തരം കൂട്ടുകെട്ടുകളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിമർശിക്കുകയെങ്കിൽ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി മത സാമുദായിക നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ സഖ്യമുള്ള വർഗീയ കക്ഷികളുമായി UDFന് സഖ്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് മലബാറിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് അവിടേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 150-ലധികം ഇടങ്ങളിൽ ഈ സഖ്യമുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ വേറെയുമുണ്ട്. തെരഞ്ഞെടുപ്പിനകത്ത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരുപോലെ ചർച്ചയായതാണ് ഈ വർഗീയ കക്ഷിയുമായുള്ള UDFൻ്റെ കൂട്ടുകെട്ട്. അത് കേരളത്തിന് വലിയ രീതിയിലുള്ള അപകടം ചെയ്യും എന്നുള്ളത് തീവ്ര വർഗീയ കക്ഷിയും മതരാഷ്ട്രവാദികളും മൗദൂദിയുടെ ശിഷ്യന്മാരുമായ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് വടക്കൻ കേരളത്തിൽ ആ വിഷയങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഏതായാലും കേരളം ഒരു മാസം ഏറ്റവും ആവേശത്തോടെ ചർച്ച ചെയ്ത പ്രചരണ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ജനം ഇന്ന് വിധി എഴുതാനായി വടക്കൻ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വരികയാണ്. കുട്ടനാട് ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് വിവരങ്ങൾ നൽകിയത്.